ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ കണ്ടോ കാലാവസ്ഥ? ഇതാ മഴ ഇപ്പോൾ പെയ്യെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അറിഞ്ഞുകൂടാ, ഇപ്പോൾ പെയ്യാനും പെയ്യാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൽ മഴ പെയ്യുകയാണെങ്കിൽ നല്ല തണുത്ത് വരച്ച് വരേണ്ടി വരും. നല്ല തണുപ്പുണ്ട്. ഞാൻ ഇതുപോലെ സ്കൂളിലേക്ക് പോവാണ്. ഉണ്ടോ മഴ? ഇപ്പം തന്നെ ഇവിടെ ഇരുട്ടായി തുടങ്ങി. ഒരു 2:50 കേട്ടോ സമയം. 2:55, 3 മണിയോടെ അടുപ്പിച്ചുള്ള സമയമാണ്. ചാറി തുടങ്ങി, മഴ ചാറി തുടങ്ങി. അപ്പം എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്നിട്ട് ഒരു ശീലമായതുകൊണ്ടേ എനിക്കതൊരു മിസ്സിങ് ആയിട്ട് തോന്നുന്നു. നമ്മുടെ കുറിഞ്ഞിപ്പൂച്ച നോക്കുന്നുണ്ട് എന്നെ, കുറിഞ്ഞിപ്പൂച്ച. പിന്നെ ഇന്ന് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫ്ലൈറ്റിൻ്റെ ഒരു അപകടം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയല്ലോ. വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ എന്തോ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ, നമുക്ക് കരയാനും പറ്റില്ല, ആരോടും ഒന്നും പറയാനും പറ്റാത്തൊരു പോലത്തെ ഒരു വിഷമം. നമ്മളുടെ ഒന്നും ആരുമല്ല, ആരുടെയൊക്കെയോ ആണ്. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ. നല്ല പേടിയാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ഫാമിലി, എൻ്റെ സിസ്റ്ററൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതാണല്ലോ. അപ്പം ഇപ്പോൾ അതൊക്കെ ഈ ഒരു ന്യൂസൊക്കെ, ഇങ്ങനത്തെ ഒരു ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഞെട്ടലാണ്. ശരി, നമ്മളൊക്കെ എത്ര വർഷം ഇങ്ങനെ ഫ്ലൈറ്റിൽ പോയേക്കുന്നു. നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എന്തെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ഇതുപോലെ വന്ന മറ്റുള്ള ഒരു അപകടങ്ങളെ പോലെയൊന്നല്ല ഈ ഫ്ലൈറ്റും ട്രെയിനും എന്നൊക്കെ പറയുമ്പോഴേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കുറേ പേർക്കാണ് പറ്റുന്നത്. അതാണ് വിഷമം തോന്നുന്നത്. അത്രയും ആൾക്കാരൊക്കെ ഇതൊക്കെ പറ്റുകയെന്നൊക്കെ പറഞ്ഞാൽ 290 അത്രയൊക്കെയാണ് ഞാൻ ന്യൂസ് കണ്ടത്. എനിക്ക് കൂടുതൽ ന്യൂസ് നോക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല, നോക്കാനുള്ള ഒരു മനഃശക്തി കിട്ടുന്നില്ല. പിന്നെ കുറേ അതുപോലെ തന്നെ നിരപരാധികളെ മിസ് ചെയ്തു. അവർ ആ ഫ്ലൈറ്റിൽ ഇല്ലാത്ത കുറേ ആൾക്കാർ ആ ഹോസ്റ്റലിലെ ആൾക്കാരുമാണ് പോയത്. അത് വല്ലാത്തൊരു ട്രാജഡിയാണ് ആയിപ്പോയി കേട്ടോ. എനിക്കത് ഇന്നലെ തന്നെ അതൊരു സമയത്ത്, ഇന്നലെ നൈറ്റ് സമയത്ത് എൻ്റെ മൈൻഡ് ഭയങ്കര അപ്സെറ്റായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നു, വീഡിയോ കാണിച്ചിട്ടായിരുന്നു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നത്തേക്കും നാളത്തേക്കൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് വെച്ച് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനുള്ള. പക്ഷേ ആദ്യം അത് ഉപ്പുമാവിന് വേണ്ടി ഞാൻ വറുത്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞ് ഇതായി. അങ്ങനെ എനിക്കങ്ങനെ വളരെ റെയറായിട്ടൊക്കെ സംഭവിക്കും. അങ്ങനെ വരാറില്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അങ്ങനെ നെല്ലൊക്കെ വെച്ചേക്കുന്നത്. അപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു പറ്റിക്കഴിഞ്ഞാൽ അത്രയും സാധനം നമുക്ക് വേസ്റ്റായി പോകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ കരിഞ്ഞു. കുറേ സാധനങ്ങൾ അങ്ങനെ അത് ഉള്ളി, ക്യാരറ്റ് ഇട്ടത് മൊത്തത്തിൽ എല്ലാ സാധനവും കരിഞ്ഞിട്ടൊരു എനിക്കത് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാലും അത് കഴിക്കുന്നവരുടെ ഒരു ഇത് നോക്കണ്ടേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കരിഞ്ഞത് കളഞ്ഞേക്കാന്ന്. എന്നിട്ട് വീണ്ടും ഒരു സെക്ഷൻ ആദ്യം ഇട്ടിട്ട് നോക്കുമ്പോൾ അതിനകത്ത് എരിവ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എരിവ് അത്ര ഇനി ഉണ്ടാവില്ലായിരിക്കും, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിടത്തേക്ക് ലാസ്റ്റ് എരിവ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഫുള്ള് 2 ഡേയ്സിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വായിൽ വെച്ച് നോക്കിയപ്പോൾ എരിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അധികം ആർക്കും എരിവ് പാടില്ല. അപ്പോൾ എരിഞ്ഞിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്ക്. ചേച്ചി പറഞ്ഞു ആർക്കും ഇത് കഴിക്കാൻ പറ്റില്ല, എരിവാണ്. അപ്പോൾ തന്നെ മൈൻഡ് പോയിട്ടോ, മൈൻഡ് ഓൾറെഡി പോയിരിക്കുകയാണ്. ആദ്യം അത് ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ മൈൻഡ് എന്തോ ഒരു അപ്സെറ്റാണ്. എനിക്ക് ആ വിചാരിക്കുന്ന ഇത് കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ശ്രദ്ധയോ അങ്ങനൊന്നും കിട്ടുന്നില്ല. എവിടെയോ
എന്തെവിടെയൊക്കെയോ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ പിന്നെയും ഞാൻ എന്തൊക്കെയോ ചെയ്ത് കുറേ നേരം ഒരേ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ 1.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലീനിങ്ങും 2.5 മണിക്കൂറോളം ക്ലീനിങ്ങിലായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും സമയമൊക്കെ കിച്ചണിലൊരു ഇതിന് വേണ്ടിയിട്ടോ, ഒരേ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇത്ര സിമ്പിളായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സമയം അങ്ങനെ. എന്നിട്ടൊന്നും സമയം കിട്ടിയില്ല എനിക്ക് തീരെ. കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഡ്രസ്സ് ഉണക്കാൻ്റെ മഴയല്ലേ, അപ്പോൾ എനിക്ക് കുറേശ്ശെ ആയിട്ട് ഡ്രയറിലിട്ടൊക്കെയാണ് ഉണക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് സമയം തീരെ കിട്ടാതെ, അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ മൂഡ് ഓഫൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്നതൊക്കെ റെഡി ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ആണ് എൻ്റെ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ ആദ്യം വിചാരിച്ചു അത് ഞാനത് വിശ്വസിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്തോ പണ്ടത്തെ എപ്പോഴെങ്കിലും ന്യൂസായിരിക്കും പറയുന്നത്, ഇപ്പോഴത്തെ ഒന്നും ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പണ്ടത്തെ ന്യൂസായിരിക്കും. പക്ഷേ പിന്നെയും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫിഗ് ട്രീ. ഇവിടെ ഒരു വീട്ടിൽ ഫിഗ്, നമ്മൾ അത്തിപ്പഴം എന്നൊക്കെ പറയില്ലേ, നമ്മൾ കാട്ടിലേക്കാണെങ്കിലാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. നാട്ടിലെ നമ്മൾ ഈ ഫിഗ് വാങ്ങിക്കുന്ന ഫിഗ് അമരാണ്. എൻ്റെ പട്ടി അവിടെ ആ വീട്ടിലെ പട്ടി കുഴക്കുന്ന, പട്ടി വിചാരിക്കുന്നു ഞാൻ അവിടെ നിന്ന് എന്തോ എടുക്കാൻ പോവാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂക്കാലിപ്സിൻ്റെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു കേട്ടോ. സദാ ഇതിൽ ആ വെറൈറ്റിയിലുള്ള യൂക്കാലിപ്സും പറയണം. യൂക്കാലിപ്സാണ്. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോകുമ്പോഴൊക്കെ ഓരോരോ ഇലകളൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ മണപ്പിച്ചൊക്കെയാണ് പോകാറ്. സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെയാണ് ഉണ്ടായത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പിന്നെ ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കുമ്പോൾ അതിൻ്റെ ന്യൂസുകളൊന്നും കാണാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എനിക്കത് ഒട്ടും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ കാരണം ഇങ്ങനെയുള്ള ഈ അപകടങ്ങളൊന്നും നമ്മളുടെ ടച്ച് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമല്ലേ. ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ എല്ലാവരും പുറത്തുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതൊരു പരിചയമായി ഇപ്പോൾ ഫ്ലൈറ്റിലുള്ളതൊക്കെ, യാത്രയൊക്കെ. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അതിൽ മരിച്ച ആൾക്കാരുടെ ഫോട്ടോയും അതിനു മുമ്പ് ചിലവഴിച്ച സമയങ്ങളും ഒക്കെ ഇങ്ങനെ ഇടുമ്പം അത് കുറച്ചുകൂടി നമ്മളെ ഒരു കുത്തി വേദനിപ്പിക്കുന്നതാണല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. അപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ അത് കാണുമ്പോൾ വിഷമിക്കും. നമ്മൾക്ക് എത്ര വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ വീട്ടുകാരൊന്നും കാലക്ഷം ഒരു ഫാമിലി ഫുള്ളായിട്ട് പോയതൊക്കെ കാണിക്കുന്നു. തീരെ പറ്റുന്നില്ല അത് ഉൾക്കൊള്ളാനായിട്ട്. എന്തായാലും മരിച്ചു പോയ എല്ലാവർക്കും എന്താ പറയുക, നമുക്ക് പ്രണാമങ്ങളും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയല്ലേ പറ്റുള്ളൂ ഈ സമയത്ത്. വേറെന്താ, അവരുടെ വിധി അങ്ങനെ ആയിരുന്നു. നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് യാത്രയാവാനായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂസ് കണ്ടു, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. അദ്ദേഹം ഒരു ട്രോമയിലായിട്ടുണ്ട്. കുറച്ച് സമയം വേണം ആദ്യം ഷോക്കിൽ നിന്നൊക്കെ റിക്കവർ ആവാനൊക്കെ. കാരണം ചുറ്റും ഇത്രയും ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടു. സോ എനിവേ നമ്മളിപ്പോൾ എന്താ പറയുക, വയനാട് ഒരു ഉരുൾപൊട്ടലുണ്ടായി അല്ലേ, കുറേ പേരങ്ങനെ മരിച്ചുപോയി. അന്ന് അത്രയും ആൾക്കാർ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എന്താ പറയുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് മറ്റൊരാളോട് സംസാരിക്കാനോ ഒരു ഫാമിലി ആണെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിർത്താനൊക്കെ സമയം കിട്ടി. ഇതൊരു 30 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത്രയും വലിയൊരു വാഹനം, ഇത് ഫ്ലൈറ്റും അതിനകത്തുള്ള ഇത്രയും ആൾക്കാരും ഒരു സെക്കൻഡ്, ഇത്രയും 30 സെക്കൻഡ് സമയം കൊണ്ടാണ് നമുക്ക് പോയത്. അതുമാത്രമല്ല കാര്യം, അത് വീണ സ്ഥലത്തെ ആ ഹോസ്റ്റലിലുള്ള ആൾക്കാരും പോയത് വളരെ കുറച്ച് സമയം. ഇപ്പോൾ ഈ അടുത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ട്രാജഡിയാണ്.
പക്ഷെ നമ്മളുടെ അടുത്ത് അറിയുന്നത്. എന്തോ ആവട്ടെ, നമ്മളുടെ എന്താ പറയുക, ഈയിടെയായിട്ട് നമുക്കൊരു മോശം സമയമാണ്. കാരണം ഈ 2 കപ്പലുകൾ വന്ന് നമ്മളുടെ ഇതിൽ വന്നിട്ട്, നമ്മളുടെ തീരത്ത് വന്നിട്ട് കത്തുക, ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പോവാം, കത്തിപ്പോവാം. എന്തോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. കുറച്ചും കൂടിയൊക്കെ നമ്മൾ കെയർഫുൾ ആവണം. അപ്പം നമ്മളെല്ലാവരും, നിങ്ങളും എല്ലാവരും ഈ ന്യൂസ് കേട്ടിട്ട് വിഷമമായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും. അങ്ങനെ ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് പോകണം. ഞാൻ ഇന്ന് തേഴ്സ്ഡേ ഇന്ന് ഫ്രൈഡേ. മോൾക്ക് ഇന്നുള്ളൂ. പിന്നെ നാളെ ട്യൂഷൻ, ഡാൻസ്, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ്. എനിക്ക് അങ്ങനെ രാവിലെ നാളെ കോളേജിലേക്ക് ആസ് യൂഷ്വൽ. ഞാൻ സാറ്റർഡേ സൺഡേ ആണ് എൻ്റെ ക്ലാസ്. അപ്പം ഞാൻ കോളേജിലേക്ക് പോകണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ സംസാരം കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് ബോറടിയാണോ? അതോ സൗഹൃദം മീൻസ് ഫ്രണ്ട്ഷിപ്പ് ഞാനുമായിട്ടുള്ള സൗഹൃദം ഇഷ്ടമുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടോ? കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. എനിക്ക് ചാനലിന് ആരും സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. കാരണം ഞാനങ്ങനെ നിങ്ങളുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ഷെയർ ചെയ്യും. ഒന്നും പ്രത്യേകിച്ചൊന്നും പറയണില്ല. പിന്നെ എൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിട്ട് അങ്ങനെ മോട്ടിവേഷൻ കിട്ടാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. ഫ്യൂച്ചറിൽ ചെയ്യില്ല എന്നും ഇല്ല കേട്ടോ. ഫ്യൂച്ചറിൽ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. ഒക്കെ ഇംപ്ലിമെൻ്റ് ആവുമെന്ന് അറിയില്ല. ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ബാക്കി റിസൾട്ടൊക്കെ ഓൺലി ഗോഡ്സ് ഹാൻഡ്സ് അല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എനിക്കൊരു ചാനൽ തുടങ്ങിയാലോ, എന്താ ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഇംഗ്ലീഷിലൊന്നും, പക്ഷേ ഐ ലൈക്ക് ടു ലേൺ. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. കണ്ടൻറ് റൈറ്റിംഗ് ഒക്കെ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അത്രയൊന്നും ഇംഗ്ലീഷ് അറിയാത്ത, അല്ലെങ്കിൽ കുറച്ച് ബിഗിനർ ലെവലിലുള്ളവർക്കൊക്കെ ഒരു ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചാനൽ വെച്ച് തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും, ഞാനൊരു ടീച്ചറല്ല, ഐ എം നോട്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്നു ട്രെയിനറായിട്ട്, ബട്ട് നൗ ഐ എം നോട്ട്. ഇപ്പം ഞാനൊരു ട്രെയിനർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു റോള് എടുത്തിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചാനലൊക്കെ ഞാൻ ചെയ്തില്ല വീഡിയോസ്. ഞാൻ ആ ഉദ്യമം അവിടെ ഉപേക്ഷിച്ചു. മീൻസ് ദാറ്റ് ഈസ്, അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളവർ പഠിച്ചു. ബട്ട് ഞാനത് എനിക്ക് ഇടയ്ക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം ഞാൻ കുറച്ച് അധികം മെനക്കെട്ടിരുന്ന ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ. കാരണം എനിക്കൊരു ഇങ്ങനൊരു ഇഷ്ടവും കൂടി ഇംഗ്ലീഷിനോട്, ആ ലാംഗ്വേജിനോട് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാനും വിചാരിക്കും. പിന്നെ എന്താ ചെയ്യാത്തേ എന്നെനിക്ക് തന്നെ തോന്നും. പിന്നെ ചെയ്യാനിരിക്കുമ്പോഴാണോ എനിക്ക് പറ്റുന്നത്. ഡബിൾ മൈൻഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഇവിടെ ഒരു ക്രൗഡായി കുട്ടികളുടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ. സീ യു ഫ്രണ്ട്സ്. സീ യു. ടേക്ക് കെയർ.